എവ്രിവൺ, എൻ്റെ ഇടത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പിടിയും കോഴിയുടെ റെസിപ്പി ആയിട്ടാട്ടോ. നമ്മൾ റെസിപ്പി വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നോമ്പൊക്കെ ആവാറായില്ലേ, അപ്പോൾ നമ്മൾ നോമ്പിന് മുന്നേ നമ്മൾ പിടിയും കോഴിയൊക്കെ വെക്കില്ലേ. അപ്പോൾ നമ്മളിന്ന് പിടിയും കോഴിയും വെച്ചതിൻ്റെ റെസിപ്പി വീഡിയോ ആട്ടോ. കോഴിക്കറിയുടെ റെസിപ്പി ഇല്ല, പിടിയുടെ റെസിപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ. പിടി വെക്കാനായിരിക്കണം, കോഴിക്കറി പിന്നെ കോമൺ ആണല്ലോ. കോഴിക്കറി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാടൻ കോഴി ആട്ടോ, വീട്ടിലുള്ള നമ്മുടെ നാടൻ കോഴീനെ ആട്ടോ പാൽക്കറി ആട്ടോ വെച്ചത്. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെക്കില്ലേ, അതിനാട്ടോ ഇവിടെ പാൽക്കറി എന്ന് പറയണേ. അപ്പോൾ ഇതേ വീഡിയോ ഒക്കെ കണ്ട് നോക്കിക്കേ, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ എല്ലാവരും. അപ്പോൾ ഇതേ നമ്മുടെ പിടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ചുവന്നുള്ളി, കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം. ഇതിൻ്റെ കൂട്ടത്തേക്കുള്ള ഒരു നുള്ളു തേങ്ങ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ മിക്സ് നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുക്കണം കേട്ടോ. നമുക്ക് കുഴയ്ക്കാനുള്ള വെള്ളവും പിന്നെ നമുക്കത് വേവിക്കാനുള്ള വെള്ളവും അത്രയും ഒന്ന് കണക്കാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഈ മിക്സ് ആഡ് ചെയ്തിട്ടൊന്ന് തിളപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഈ ടൈമിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറവാണെങ്കിൽ തന്നെ വേവിക്കുന്ന ടൈമിൽ ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് നമ്മുടെ പൊടി കുഴച്ചെടുക്കാം. പൊടി ഞാൻ പറയാം, എന്താ പറയുക, അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായേനെ കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, റോസ്റ്റ് ചെയ്തെടുക്കണം. അത് റോസ്റ്റഡ് പൊടിയാണെന്ന് എഴുതിയിട്ടാണ് റോസ്റ്റ് ചെയ്യാണ്ടിരുന്നത്, പക്ഷേ അത് റോസ്റ്റഡ് അല്ലായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അരിപ്പൊടി എടുത്തിട്ട് ഒന്ന് പാനിലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണേ. അപ്പോൾ തരിതരിപ്പ് ഒന്നുകൂടി കിട്ടും കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളമില്ലേ, ആ വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ വെള്ളത്തിൽ ഉപ്പ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ വെള്ളത്തിൽ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ല, അല്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ മിക്സാക്കി കിട്ടത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വേവിക്കുന്ന ടൈമിൽ ആ വെള്ളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, നല്ല ചൂടാട്ടോ. അപ്പോൾ ഇതേ ഒരുവിധം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുഴച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഈ കൈമ പൊടി കാണുന്നത് കുഴച്ചെടുത്ത് അപ്പോൾ തന്നെ ബോൾസ് ആക്കണ്ട, ഒന്നാമത് സമയം ഉണ്ടായിരുന്നില്ല, അതാട്ടോ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇതേ നമ്മൾ കുഞ്ഞു ബോൾസാക്കി എടുക്കുന്നതാട്ടോ നല്ലത്, കാരണം പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് അതാട്ടോ നല്ലത്. വലിയ ബോൾസ് ആക്കാണ്ട് കുഞ്ഞു ബോൾസായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ബോൾസാക്കി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. എൻ്റെ ഇപ്പുറത്ത് അമ്മയുണ്ട്, തൊട്ടിപ്പുറത്ത് അനിയനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരോടെയാണ് ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പപ്പയാണെങ്കിൽ ചിക്കൻ കറിയിൽ വയ്ക്കുന്ന ഇതിലായിരുന്നു. നമ്മളിവിടെ 2ാം പാലും 3ാം പാലും കുറച്ചേച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെച്ചിട്ടുള്ളൂ, ഇച്ചിരി ഉണ്ടായുള്ളൂ. നാടൻ കോഴിക്കറി ഇവിടെ വെന്തുകൊണ്ടിരിക്കുക കേട്ടോ, അതിപ്പോൾ വെച്ചിട്ടുള്ളൂ കേട്ടോ. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് നാടൻ കോഴിക്കറി ഇവിടെ ആവുന്നുണ്ടേ. നമുക്ക് പിടി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച ശേഷം വെള്ളമില്ലേ, ആ വെള്ളമാട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കണത്. അത് ഒഴിച്ചു കൊടുത്തവൻ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചതില്ലേ, അത് തന്നെ നമ്മൾ കുഴച്ചിട്ട് ബാക്കി വന്ന വെള്ളമാട്ടോ അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ പിടി നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ. നിനക്ക് എന്തെങ്കിലും പറയണ്ട? ഒന്നും പറയല്ല, സാഡാണ് പിള്ള. അപ്പോൾ ഇതേ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടോ. നമുക്ക് നമ്മുടെ പിടി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നോക്കിക്കണേ, ഇത് നോക്കിക്കണേ. അപ്പോൾ ഉപ്പുണ്ടോ നോക്കണതല്ലേ, നിനക്ക് വേണോ ഉപ്പുണ്ടോ നോക്കാൻ? നിനക്ക് വേണോ? കണ്ണൊക്കെ കണ്ടാൽ മതി, ചിറിയിലെന്താ ചെളി. അപ്പം ശരിക്കും തള വന്നിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പിടിയില്ലേ, പിടി പൊട്ടിപ്പോവും. നമ്മൾ വേവിച്ചിട്ടല്ലല്ലോ ഇടണം, വേവിക്കാണ്ട് ഇടണോണ്ട് തന്നെ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഈ അഡ്വൈസ് നമ്മുടെ പപ്പയാട്ടാ. അപ്പോൾ ഇതേ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിലേക്ക്. എന്നിട്ട് നമ്മുടെ പിടി നമ്മൾ ഓരോന്ന് വരും, നമ്മൾ ഉരുട്ടി വെച്ചതില്ലേ, നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പതുക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ മേത്തേക്കൊക്കെ തെറിക്കും. ഈ സമയത്ത് നമ്മുടെ നേരത്തെ നമ്മൾ മാറ്റി വെച്ച് തേങ്ങാപ്പാലില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പിടി മാത്രം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലാക്കി എടുത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 1ാം പാൽ 2ാം പാൽ അങ്ങനെയൊന്നും നോക്കൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് വെള്ളം ഇല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളവും ഈ സമയത്ത് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ആഡ് ചെയ്തിട്ട് ഇനി വേവട്ടെ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അതേ നമ്മുടെ പിടിയൊക്കെ നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഞാൻ തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ, എടുക്കാൻ പറ്റണില്ല, നല്ല ചൂടാണ്. കാരണം വെന്തപ്പോൾ തന്നെ തൊട്ട് നോക്കിയ ചൂടില്ലാണ്ട് തണുപ്പുണ്ടാവോ. അങ്ങനെ നമ്മുടെ പിടിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അടുത്ത് തന്നെ നിൽക്കണം, മാറിപ്പോവരുത്, കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും, പെട്ടെന്ന് വെള്ളം കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത് ആ സമയത്ത് പിടി വെന്തിട്ടില്ല, വെള്ളം കുറവാണെങ്കിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് വേവിച്ചെടുക്കാം, നമ്മൾ സാധാരണ ഇനോ പോലെ തന്നെ. അങ്ങനെ നമ്മുടെ പിടിയൊക്കെ നമുക്ക് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. കൂട്ടത്തിക്കുള്ള നാടൻ ചിക്കൻ കറിയും കൂട്ടിയിട്ട് നമ്മൾ കഴിച്ചു നോക്കാം കേട്ടോ.
അങ്ങനെ നന്നായിട്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ചിക്കനായാലും നമ്മുടെ പിടി ആയാലും നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നിങ്ങൾ ഈ തവണ ട്രൈ ചെയ്ത് നോക്കൂലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിടിയുടെ ആ ഗ്രേവി ഉണ്ടല്ലോ, ഉണ്ടേനേക്കാളും കൂടുതലായിട്ട് ഒരു വെളുത്തൊരു ഗ്രേവി അതിനുണ്ടല്ലോ, ഗ്രേവി എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല ആ സംഭവം, അതും ചിക്കൻ കറിയും അപാര ടേസ്റ്റാണത്. ഇത് പലരും പല ടൈപ്പിൽ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. ചിലർ അവലോസുപൊടി പോലെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്, അല്ലാണ്ട് ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ഈ തവണ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ എന്താ പറയുക ഗ്രേവി പോലത്തെ സാധനം അതാട്ടോ. അപ്പോൾ ഇത് ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. ആ ബോൾസ് ഉരുട്ടാനായിട്ട് എല്ലാവരും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണേ. നമ്മുടെ പിടിയും കോഴിയുടെ റെസിപ്പിയൊക്കെ കണ്ടു അല്ലേ? പിടിയും കോഴിയെന്ന് പറയാൻ പറ്റില്ല, പിടിയുടെ റെസിപ്പി കണ്ടു അല്ലേ? കണ്ടിട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? നമ്മുടെ അരിപ്പൊടി ഇല്ല, അതൊന്ന് വറുത്തിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. തരിതരിപ്പും തോന്നും. അരിപ്പൊടി നമ്മൾ പൊടിച്ചെടുക്കണതെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പുട്ടുപൊടിയൊക്കെ യൂസ് ചെയ്യണതാണ് പിന്നെ നല്ലത്. പുട്ടുപൊടിയും മറ്റേ ഇടിയപ്പം പൊടിയും രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്താൽ നല്ലതാണെന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. വീട്ടിലിങ്ങനെ പറഞ്ഞതാണ്, പപ്പ പറഞ്ഞ കേട്ടോ. അപ്പോൾ അതേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂലേ? ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ടാറ്റാ.